ദശകങ്ങളായി കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം അനുഭവിച്ചു വരുന്ന ക്രൂരമായ രാഷ്ട്രീയ വഞ്ചനയുടെ പുകയുന്ന സത്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ഗുരുവായൂർ, അവിടെ 48% ഹിന്ദുക്കളുണ്ട്. എന്നിട്ടും കഴിഞ്ഞ അരനൂറ്റാണ്ടായി അവിടെ ഒരു ഹിന്ദു MLA ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ BJP നേതാവ് B ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുന്നു. വായടപ്പിക്കാൻ നോക്കുന്നു. എന്താണ് ഗോപാലകൃഷ്ണൻ ചോദിച്ചത്? വിശ്വാസിയായ ഒരു MLA വന്നാൽ ഇവിടെ എന്താണ് പ്രശ്നം? ഈ ചോദ്യം കേട്ടപ്പോഴേക്കും കേരളത്തിലെ മതേതര മുഖം മൂടി അണിഞ്ഞ രാഷ്ട്രീയ സിംഹങ്ങൾക്ക് വിറയൽ തുടങ്ങിയിരിക്കുന്നു. മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന KM ഷാജിക്കും വർഗീയ വിഷം ചീറ്റുന്ന ഇടത് നേതാക്കൾക്കും നൽകാത്ത എന്ത് ശിക്ഷയാണ് സത്യം പറഞ്ഞ BJP നേതാവിന് നൽകുന്നത്? ഇതാ ഭാരതത്തിന്റെ IT വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നു, BJP സത്യം പറഞ്ഞാൽ അത് വർഗീയതയാകുന്നത് എങ്ങനെയാണ്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗുരുവായൂരിലെ രാഷ്ട്രീയ കളികൾ മാത്രമല്ല, മറിച്ച് മലപ്പുറം മുതൽ മഞ്ചേശ്വരം വരെ നീളുന്ന ഹിന്ദു വേട്ടയുടെയും അവഗണനയുടെയും ഞെട്ടിക്കുന്ന ചരിത്രമാണ്. വീഡിയോ അവസാനം വരെ കാണുക. കാരണം കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ മുഖംമൂടി ഇന്ന് നമ്മൾ പിച്ചു ചീന്താൻ പോവുകയാണ്. ഗുരുവായൂർ മണ്ഡലം രൂപീകൃതമായത് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനാധിപത്യപരമായ ഒരു പ്രാതിനിധ്യമല്ല, മറിച്ച് ബോധപൂർവമായ ഒരു മാറ്റി നിർത്തലാണ്. എന്തുകൊണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി അവിടെ ഇല്ല? ഇടതുമുന്നണിയും വലതുമുന്നണിയും ഗുരുവായൂരിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അവിടെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട, പ്രത്യേകിച്ചും ക്ഷേത്ര വിശ്വാസികളെ പ്രതിനിധീകരിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാറേയില്ല. ഇത് യാദൃശികമല്ല, മറിച്ച് ഒരു പ്രത്യേക വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം രൂപപ്പെടുത്തിയെടുത്ത ഒരു അജണ്ടയാണ്. ജനസംഖ്യയും അവകാശവും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മണ്ഡലത്തിലെ ജനസംഖ്യയിൽ പകുതിയോളം വരുന്ന ഒരു വിഭാഗത്തിന് അവരുടെ പ്രതിനിധിയെ നിയമസഭയിൽ എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ജനാധിപത്യം പരാജയപ്പെട്ടു എന്നല്ലേ അർത്ഥം? B ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച ചോദ്യം കേവലം വൈകാരികമായിട്ടായി നമ്മൾ എടുക്കരുത്. അത് ഭരണഘടനാപരമാണ്. എല്ലാവർക്കും തുല്യ അവസരം എന്ന ഇന്ത്യയുടെ മൗലികാവകാശത്തെയാണ് ഇവിടെ LDFും UDFും ചേർന്ന് ചവിട്ടി മെതിക്കുന്നത്. B ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തപ്പോൾ കേരളത്തിലെ BJP നേതൃത്വം അത് വെറുതെ വിട്ടില്ല. കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ ഹിന്ദുവിന്റെയും ചങ്കിൽ തറയ്ക്കുന്നതായിരുന്നു. KM ഷാജി മതം പറഞ്ഞ് വോട്ട് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ ചോദ്യം കേരളത്തിലെ കപട മതേതരത്വത്തിന്റെ മുഖത്തേറ്റ വലിയൊരു അടിയാണ്. രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ച പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം. സെലക്ടീവ് മതേതരത്വമാണ് ആദ്യത്തേത്. BJP നേതാക്കൾ വായ തുറന്നാൽ അത് വർഗീയതയാണ്. മറ്റുള്ളവർ പരസ്യമായി വർഗീയത പ്രസംഗിച്ചാൽ അത് മതേതരത്വമാണ്. ഈ ഇരട്ടത്താപ്പ് ഇനി കേരളത്തിൽ ചെലവാകില്ല. ഒരു വിശ്വാസിയായ MLA ഉണ്ടാകുന്നത് വർഗീയതയാണെങ്കിൽ കേരളത്തിലെ എത്ര മണ്ഡലങ്ങളിൽ വിശ്വാസികൾ ജനപ്രതിനിധികളായി ഇരിക്കുന്നുണ്ട്? അവിടെ ഒന്നുമില്ലാത്ത പ്രശ്നം ഗുരുവായൂരിൽ മാത്രം വരുന്നത് എന്തുകൊണ്ടാണ്? ഇനി മലപ്പുറത്തെ അവസ്ഥ നോക്കാം. മലപ്പുറത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ BJP തുറന്നു കാട്ടുന്നു. സംവരണ മണ്ഡലങ്ങൾ ഒഴികെ ഒരിടത്തും ഹിന്ദുക്കളെ സ്ഥാനാർത്ഥിയാക്കാൻ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ധൈര്യമില്ല. ഇതാണോ നിങ്ങളുടെ സമത്വ സുന്ദര കേരളം? നമ്മൾ കാണുന്ന യുദ്ധം വെറും BJPയും സർക്കാരും തമ്മിലുള്ളതല്ല. ഇത് BJPയും കേരളത്തിലെ രണ്ട് മുന്നണികളും തമ്മിലുള്ള പോരാട്ടമാണ്. B ഗോപാലകൃഷ്ണനെതിരെ പരാതി നൽകിയത് LDF കമ്മിറ്റിയും KSTU നേതാവുമാണ്. നോക്കൂ, BJPയെ തടയാൻ ഇവർ എത്ര പെട്ടെന്നാണ് കൈകോർക്കുന്നത്. എന്തുകൊണ്ട് ഇവർ ഗോപാലകൃഷ്ണനെ ഭയപ്പെടുന്നു? കാരണം ഗോപാലകൃഷ്ണൻ സത്യം പറഞ്ഞു. അദ്ദേഹം മലപ്പുറത്തെ കുറിച്ചും ഗുരുവായൂരിനെ കുറിച്ചും എല്ലാം പറഞ്ഞ നിരവധി കണക്കുകൾ കൃത്യമാണ്. മലപ്പുറം ജില്ലയിൽ 30% വരുന്ന ഹിന്ദു ജനസംഖ്യയ്ക്ക് അനുപാതമായി അവിടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ ഈ മുന്നണികൾ ഒരിക്കലും തയ്യാറല്ല. വോട്ട് ബാങ്കിനെ ഭയപ്പെട്ട് സ്വന്തം സംസ്കാരത്തെയും ജനതയെയും ഒറ്റുകൊടുക്കുന്നവരാണിവർ. ഇടതുപക്ഷം എപ്പോഴും പറയാറുണ്ട് മതവും രാഷ്ട്രീയവും വേർതിരിക്കണമെന്ന്. എന്നാൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ ആദ്യം നോക്കുന്നത് ഏത് മതക്കാരനെ നിർത്തിയാൽ വോട്ട് കിട്ടുമെന്നാണ്. അവർക്കറിയാം പലരുടെയും മനസ്സിലിരിപ്പ്. അത് മുതലാക്കിയുള്ള പ്രീണനമാണിത്. ഗുരുവായൂരിൽ ഈ കളി കഴിഞ്ഞ 50 വർഷമായി തുടരുന്നുണ്ട്. BJP ഇത് ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് വിരളി പിടിക്കുന്നത് സ്വാഭാവികമാണ്. സത്യം പറയുകയാണല്ലോ, പലർക്കും ദഹിക്കില്ല. ഗോപാലകൃഷ്ണനെതിരെ 123(3) വകുപ്പ് പ്രകാരം കേസെടുത്തു. ഇത് വിദ്വേഷ പ്രസംഗമാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ നമുക്ക് പരിശോധിക്കാം വിദ്വേഷം എവിടെയാണെന്ന്. സ്വന്തം സമുദായത്തിന് നീതി ചോദിക്കുന്നത് വിദ്വേഷമാണോ? ഭൂരിപക്ഷ സമുദായം അവഗണിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വർഗീയതയാണോ? ഒരു ക്ഷേത്ര നഗരത്തിന് അനുയോജ്യമായ പ്രതിനിധി വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അതേസമയം പാലാ
ബിഷപ്പിനെതിരെയും മറ്റ് ഹിന്ദു സംഘടനകൾക്കെതിരെയും ഉയർന്ന വിദ്വേഷ പ്രസംഗങ്ങളിൽ സർക്കാർ എന്ത് നടപടിയാണ് എടുത്തത് ഒന്ന് പറഞ്ഞാട്ടെ. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളിയ സർക്കാരാണ് ഇന്ന് സത്യം പറയുന്ന BJP നേതാവിനെ ജയിലിലടയ്ക്കാനായി നോക്കുന്നത്. നരേന്ദ്രമോദിയുടെ കീഴിൽ ഭാരതം ഇന്ന് ലോകശക്തിയായി മാറുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്രം കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അവിടെ ഒരു തടസ്സവും ഇല്ലാത്ത ക്ഷേത്രം ഉയർന്നു. വികസനവും ആത്മീയതയും ഒന്നിച്ചാണ് പോകുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രം, ഉജ്ജയിനിയിലെ മഹാകാൽ ലോക്, ഇങ്ങനെ ഭാരതമെമ്പാടും ഹിന്ദു പുണ്യഭൂമികൾക്ക് പുതിയ ചൈതന്യം ലഭിക്കുമ്പോൾ കേരളം മാത്രം പിന്നോട്ടേക്ക് അടിക്കുകയാണ്. ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങൾ വെറും പണം കവരാനുള്ള ഇടങ്ങളാക്കി മാറ്റാനാണ് ഇടത് സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അവിടുത്തെ വിശ്വാസികളുടെ വികാരം ഉൾക്കൊള്ളാൻ അവർക്ക് ആർക്കും സാധിക്കുന്നില്ല. നരേന്ദ്രമോദിയുടെ വികസന മോഡൽ കേരളത്തിലും എത്തണമെങ്കിൽ ഇതുപോലുള്ള കപട മതേതര നിലപാടുകൾക്ക് അന്ത്യം കുറിക്കണം. വിശ്വാസികളെ അപമാനിക്കുന്ന, അവരെ മാറ്റി നിർത്തുന്ന രാഷ്ട്രീയത്തിന് വിട നൽകണം. ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച വിഷയം സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് അത് നീക്കാൻ പിണറായി പോലീസിന് കഴിയില്ല. ഹിന്ദു സമൂഹം ജാതിയുടെ പേരിൽ ഭിന്നിച്ചു നിൽക്കുന്നത് മുതലെടുത്താണ് ഇത്രയും കാലം ഈ മുന്നണികളൊക്കെ ഭരിച്ചത്. നായർ, ഈഴവ, ദളിത് എന്നിങ്ങനെ വേർതിരിച്ചു നിർത്തി അവർ വോട്ട് കൊയ്തു. എന്നാൽ ഇന്ന് അവർ ഒന്നിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അവർ ഒന്നിച്ച് നിന്നാൽ ഗുരുവായൂരും മലപ്പുറത്തും പ്രതിനിധികളെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുന്നത്. ഈ ആവേശം കേരളം മുഴുവൻ പടരുകയാണ്. ഇത് മാറ്റത്തിന്റെ തുടക്കമാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കിരാത നടപടികൾ കൊണ്ട് സത്യാന്വേഷികളെ തടയാനാകില്ല. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്ത സാഹചര്യം നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് ഗോപാലകൃഷ്ണൻ സംസാരിച്ചത്. ഒരു സ്ഥാനാർത്ഥിക്ക് തന്റെ മണ്ഡലത്തിലെ ജനസംഖ്യാപരമായ വിവേചനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ലേ? റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയത് LDF ആണ്. അവർക്ക് ഭയമാണ്. ഗോപാലകൃഷ്ണൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്താൽ തങ്ങളുടെ പരാജയം ഉറപ്പാണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അധികാര ദുർവിനിയോഗം നടത്തി അവർ കേസ് രജിസ്റ്റർ ചെയ്യിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നത് BJPക്ക് മാത്രം ബാധകമായ ഒന്നാണോ കേരളത്തിൽ? BJP വളരുന്നതും സത്യം വെട്ടിത്തുറന്ന് പറയുന്നതും അവർക്ക് സഹിക്കുന്നില്ല. ആ ഭയമാണ് ഇവിടെ. മലപ്പുറം ജില്ലയിലെ സാഹചര്യം ഗോപാലകൃഷ്ണൻ വിവരിച്ചത് കേൾക്കാം. അവിടെ എത്രയോ മണ്ഡലങ്ങളുണ്ട്. അവിടെയൊന്നും എന്തുകൊണ്ട് ഒരു ഹിന്ദുവിന് അവസരം നൽകുന്നില്ല? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ LDFനും UDFനും സാധിക്കില്ല. കാരണം അവർക്ക് വോട്ട് നൽകുന്നത് മൗലികവാദികളാണ്. ആ മൗലികവാദികളെ പിണക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തിരിച്ചറിയുക, ഗോപാലകൃഷ്ണനെതിരെ എടുത്ത കേസ് ഒരു വ്യക്തിക്കെതിരെയുള്ള കേസല്ല. അത് ഓരോ വിശ്വാസിക്കുമെതിരെയുള്ള, സത്യം മാത്രം തുറന്നു പറയുന്നവർക്കെതിരെയുള്ള കേസാണ്. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ സ്വന്തം ജനതയ്ക്ക് വേണ്ടി സംസാരിച്ച ഒരേയൊരു നേതാവിനെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കരുത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ സത്യം പറയാൻ BJPക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം കുതിക്കുമ്പോൾ കേരളത്തെ ഈ മതേതര നാടകങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടത് കടമയാണ് നമ്മുടെ എല്ലാവരുടെയും. ഇടത് വലത് മുന്നണികളുടെ ഈ വഞ്ചനയ്ക്ക് വോട്ടിലൂടെയാണ് മറുപടി നൽകേണ്ടത്. ഇടത് വലത് മുന്നണികളുടെ ഈ വഞ്ചനയ്ക്ക് വോട്ടിലൂടെയാണ് മറുപടി നൽകേണ്ടത്. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. സത്യം ഓരോ വീട്ടിലും എത്തട്ടെ. വായടപ്പിക്കാൻ നോക്കുന്നവർ കാണട്ടെ സത്യത്തിന് മരണമില്ലെന്ന്. ഗുരുവായൂർ ഉണരുകയാണ്. കേരളം മാറുകയാണ്. ജയത്തോടെയുള്ള ഭാരതം, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.